തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ബിനീഷ് ചേരുന്നു. ബിനീഷ്, ഈ ഉത്തരവിൽ എന്താണ് ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്? മാത്രമല്ല, എന്തൊക്കെ അഴിമതി ആരോപണങ്ങളാണ് ബിനുവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡിലെ തന്നെ ബിനുവിന്റെ സഹപ്രവർത്തകരാണ് ദേവസ്വം പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം നിലവിൽ നിരവധി അഴിമതികൾ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് ഓംബുഡ്സ്മാനിൽ സഹപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബിനു ദേവസ്വം പ്രസിഡന്റിന്റെ സ്വാധീനത്തിൽ അന്നദാനത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചും വഴിപാടുകളിൽ കൃത്രിമം കാണിച്ചും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ആദ്യ പരാതി. ഈ ആദ്യ പരാതിയിൽ കൃത്യമായ തെളിവുകൾ ഓംബുഡ്സ്മാന് മുന്നിൽ ഈ സഹപ്രവർത്തകർ ഹാജരാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനുവിനെതിരെ ഉത്തരവായിരിക്കുന്നത്. അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തരവ് ഓംബുഡ്സ്മാൻ ഉത്തരവായിട്ട് ഇറക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ ഈ സഹപ്രവർത്തകരായ ജീവനക്കാർ പല ഘട്ടങ്ങളിലായി ദേവസ്വം പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിക്കും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ രേഖകളടക്കം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇവർ ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ഒപ്പം തന്നെ 2022-23 കാലയളവിൽ മലയാലപ്പുഴ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലെ തന്നെ തളി തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ അപമാനിച്ചു എന്ന പരാതിയും ആ പരാതി വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നതാണ്. ആ പരാതിയിലും ദേവസ്വം പ്രസിഡന്റോ സെക്രട്ടറിയോ യാതൊരു വിധമായ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച പരാതിയും ഓംബുഡ്സ്മാന് നൽകി. ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. പലതവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പല ഘട്ടങ്ങളിലായി തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടും കൃത്യമായ നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധവുമായി ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനീഷ്, ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനുവിനെ മാറ്റി നിർത്തേണ്ടതല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഉത്തരവ് വരട്ടെ, ഉത്തരവ് പഠിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളുമായി പ്രതികരിക്കാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന തരത്തിൽ പല ജീവനക്കാരെയും ഈ ബിനു ഭീഷണിപ്പെടുത്തുന്നു, സ്ഥലം മാറ്റുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് തന്നെ നേരിട്ട് പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനുവിനെ നീക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ദേവസ്വം പ്രസിഡന്റ് ഇതുവരെയും തയ്യാറാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അനിൽ നമ്പ്യാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.